ഹായ് ഫ്രണ്ട്സ്, ഇതൊരു വനപാതയാണേ. ഇങ്ങനെ ഒരു ശബരിമല റൂട്ടാണ്. അതുകൊണ്ട് ഈ ഞാൻ പറയാൻ പോകുന്നുണ്ട്, ഈ മതിൽക്കുറ്റിയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ജണ്ട വനവകുപ്പിൻ്റെയാണ്. അപ്പോൾ ഈ ജണ്ട വഴി ഉണ്ടല്ലോ, നമ്മൾ ബൈക്കോ കാറോ ഒക്കെ ഇങ്ങനെ അടുത്തു കൂടെ കൊണ്ടുപോകുമ്പോൾ ചിക് ചിക് ചിക ചികാന്നൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഏത് സൈഡ്, ഈ സൈഡ് ചേർന്ന് പോകുമ്പം ലെഫ്റ്റ് സൈഡിലാണല്ലോ ഈ സൈഡ് ചേർന്ന് പോകുന്നത്. ഇപ്പം വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ നമ്മൾ ഓർക്കും ലെഫ്റ്റ് സൈഡിലെ ടയറിന് വല്ലോ കംപ്ലൈൻ്റ് ആണോ എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ഓർത്ത് ഈ രാത്രി വനമേഖലയല്ലേ, വണ്ടിയൊക്കെ നിർത്തി ചിലപ്പോൾ നോക്കും. അത് പലർക്കും അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. വലിയ വണ്ടിക്കും ചെറിയ വണ്ടിക്കും ടൂ വീലർക്കും എല്ലാം അങ്ങനെ വരാം. പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോണം, ഇത് ഈ വണ്ടി അങ്ങനെ മുന്നോട്ട് ഓടുമ്പോൾ ഈ ഈ പറയുന്ന ഈ മതിൽക്കുറ്റിയുടെ സൈഡിൽ വന്ന് നമ്മുടെ വണ്ടിയുടെ കാറ്റടിച്ചിട്ട് ആ സൗണ്ടാണ് ഇങ്ങനെ ചിക്ക് ചിക്ക് ചിക്കെന്ന് കേൾക്കുന്നത്. നമ്മളോർക്കും ടയറിനോ അല്ലെങ്കിൽ റിമ്മിനോ അല്ലെങ്കിൽ വണ്ടിക്ക് അടിയിലോ എന്തോ കംപ്ലൈൻറ്റ് വന്നെന്നോർത്ത് നമ്മൾ ഈ വനത്തിൽ കടുവയും പുലി ആനയൊക്കെ ഉള്ള ഈ വനത്തിൽ ചിലപ്പോൾ പെട്ടെന്ന് ഇറങ്ങും. അതൊക്കെ വലിയ അപകടത്തിന് ചിലപ്പോൾ വഴി തെളിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഇങ്ങനെ വരുന്ന മതിൽക്കുറ്റി എന്ത് വന്നാലും അവിടെ വരുമ്പോഴത്തേനും വണ്ടിക്ക് നമ്മൾ ഓടിക്കുന്ന സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ ഒരു സൗണ്ട് ഇങ്ങനെ വരും. ലെഫ്റ്റ് സൈഡിലാണേലും ഈ മതിൽക്കുറ്റിയുള്ള സൈഡിൽ വണ്ടിയുടെ സൈഡിൽ നിന്നൊരു സൗണ്ട് കേൾക്കും. അതിതാണ്, നിങ്ങൾ കാര്യമാക്കേണ്ട. ഈ വനമാണെങ്കിൽ വനം, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലമാണെങ്കിൽ സ്ഥലം, ഇങ്ങനെ ഇതൊക്കെയെന്ന് പറയുമ്പോൾ സർക്കാർ വകുപ്പിലൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ കെട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ കഴിഞ്ഞ് ആളും പേരും ഒക്കെ ഉള്ളിടത്ത് നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നല്ലൊരു മെസ്സേജായിട്ട് നിങ്ങൾ കരുതണം. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ആരും ഈ സൗണ്ട് കേട്ട് ടെൻഷൻ അടിക്കരുത്. ഈ മതിൽക്കുറ്റിയെ വന്ന് വണ്ടിയുടെ കാറ്റടിക്കുമ്പം അല്ലെങ്കിൽ വണ്ടിയുടെ എയർ തട്ടുമ്പോൾ വരുന്നൊരു സൗണ്ടാണ്. ഓക്കെ, ഗുഡ് ബൈ, ഗോഡ് ബ്ലെസ് യു.